ഇരവിപുരത്തേക്കൊന്ന് പോകാം. അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് കേൾക്കുന്നു. അതായത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് എന്തോ തകരാറ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളത് സൂര്യഗായത്രിയാണ്. സൂര്യഗായത്രി, മോക്ക് പോളിന്റെ മണിക്കൂറുകളായിരുന്നു. അപ്പോൾ ഈ സമയത്താണോ ഇങ്ങനെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്? എന്താണ് ഉണ്ടായത്? ആ സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ നിൽക്കുന്നത് ഇരവിപുരം മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷൻ 50ാമത്തെ പോളിംഗ് സ്റ്റേഷനിലാണ് ഉള്ളത്. അത്തരത്തിൽ പരിശോധനയ്ക്കിടയിലാണ് ഈ യന്ത്രം തകരാറിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മാറ്റണമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ അധികൃതർ പറയുന്നത്. എന്താണ് സംഭവിച്ചത്? അത് പിന്നെ 50 പോളിംഗ് കഴിഞ്ഞപ്പോഴേ ഒരു ബട്ടൺ മാത്രം അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് മിഷൻ മാറ്റണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് അത് ഒരു ബട്ടൺ പ്രസ് ആവുന്നുണ്ട്. പക്ഷേ അത് ക്ലിയറായിട്ട് പിന്നെയും അത് ഡിലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വോട്ട് ചെയ്യാൻ ജനങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് തുടക്കത്തിലേക്ക് ഇത് മിഷൻ മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്ര സമയത്തിനുള്ളിൽ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു പ്രാവശ്യം വന്ന് അത് സെറ്റ് ചെയ്തിട്ട് പോയതാണ്. വീണ്ടും ആദ്യം വേറൊരു ഇതായിരുന്നു, ഓണാവുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് രണ്ടാമത് വന്ന് ഓണാക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോയതാണ്. ഇപ്പോൾ ആ ബട്ടൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിയുടെ ഒരു ബട്ടൻ്റെ പ്രശ്നത്തിൽ അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് വോട്ടായി മാറുന്നില്ല, ഡിലേ ആവുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അത് ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മിഷൻ തുടക്കത്തിൽ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിട്ടേണിംഗ് പോലീസ് ഓഫീസർ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞ് അവർ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. വോട്ടിംഗ് നമുക്ക് 7 മണിക്ക് തുടങ്ങാം. 7 മണിക്ക് തുടങ്ങുന്നത്. പ്രശ്നമൊക്കെ പരിഹരിച്ച് 7 മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചെറിയ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ വോട്ടർമാരൊക്കെ ആദ്യ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MPയും കുടുംബവും ഒക്കെ വോട്ട് ചെയ്യാൻ എത്തുന്ന സ്ഥലം ഇതാണ്. രാവിലെ 7 മണിക്ക് തന്നെ സ്ഥാനാർത്ഥികൾ അവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വശ്യേറിയ പോരാട്ടം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല കൊല്ലം ജില്ല തന്നെയാണ് എന്നുള്ളതാണ്. പല അട്ടിമറികളും അടിയൊഴുക്കുകളും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട് കൊല്ലം ജില്ലയിൽ എന്നുള്ളതാണ്. എന്തായാലും വോട്ടിങ്ങിന്റെ പ്രക്രിയകൾ ഇപ്പോൾ സ്ഥലങ്ങളിലൊക്കെ പുരോഗമിക്കുന്നു. ഇരവിപുരത്തെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 50ലാണ് ഇപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു തകരാർ വോട്ടിംഗ് മെഷീനിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ അങ്ങനെയെങ്കിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമുക്ക് വോട്ടെടുപ്പ് ആരംഭിക്കാൻ കഴിയും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.